ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ലിയ. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ് ഈ വർഷം നോമ്പിന്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്ന്. നോമ്പിന് ആദ്യമായിട്ടാണ് വീട്ടിൽ പോകുന്നത്. നല്ല ക്ഷീണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഇത്രയും ദൂരം നോർമൽ ഡേനെ യാത്ര ചെയ്യുമ്പോൾ നല്ലോണം ക്ഷീണിച്ചു. വീട്ടിലെത്തുമ്പോഴത്തേനും നല്ല ക്ഷീണിക്കലുണ്ട്. അപ്പോൾ നോമ്പിന് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത്താഴത്തിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി കോളേജിൽ നോമ്പായിട്ട് എന്താ പറയാനുള്ളത്? നോമ്പ് എങ്ങനെ പോണു? ക്ഷീണുണ്ടോ? എന്താ നോമ്പിനെ കുറിച്ച് പറയാനുള്ളത്? നോമ്പിനെ കുറിച്ച് പറയാൻ വളരെ നല്ല അഭിപ്രായമാണ്. എല്ലാവരും പെരുന്നാളാകുമ്പോൾ എന്തെങ്കിലും തിന്നാൻ കൊണ്ട് തരിക, അല്ലാണ്ട് സ്പെഷ്യൽ ഡേയിൽ എടുക്കാൻ പറയുന്നു ഞാൻ. നോമ്പ് എങ്ങനെ പോണു? നല്ല രസമുണ്ടല്ലേ? നോമ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഷിഫ അവിടെ ഒറ്റയ്ക്ക് ഏകാന്തമായിട്ട് ഫോണിൽ നോക്കിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ ഷിഫേനെ അവിടെ? ഷിഫ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യണം കൂടില്ല. ഷിഫക്ക് നോമ്പ് ഷിഫനെ ബാധിച്ചു എന്ന് തോന്നുന്നു. ഹായ് ഷിഫ. ഷിഫ എങ്ങനെയുണ്ട് നോമ്പ്? ഹൗ വാസ് യുവർ നോമ്പ് ഗോയിങ്? ശരിയാണ്, കുറച്ച് ക്ഷീണം കുറവുണ്ട്. സാധാരണ ഈ സമയമാകുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് തളർന്ന് തരിപ്പണമാവാറുണ്ട്, വെയിലും ചൂടൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ പോകാൻ ആദ്യം പള്ളിയിൽ പോയി നിസ്കരിക്കാം. ആദ്യം ഇംഗ്ലീഷ് ബുക്ക് എടുക്കാം, എന്നിട്ട് പള്ളിയിൽ പോയി നിസ്കരിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇനി ബസ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഗൈസ്, ഞങ്ങൾ ട്രെയിനിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. 1:40 ട്രെയിന്. ഇപ്പം ഞങ്ങൾ ബസ് കാത്തുക്കുമ്പോഴാണ് അറിഞ്ഞത് 1:40 ട്രെയിൻ ഇന്ന് റൺ ചെയ്യുന്നില്ല. സോ പിന്നെ 1:20. അപ്പോൾ ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് 1:20 എത്തില്ല, പിന്നെ ലേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫസ്റ്റ് വരുന്ന ബസ് ഇപ്പോൾ കയറും. വടകരക്കാണെങ്കിൽ വടകര, അല്ലെങ്കിൽ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്. ഗൈസ്, ഞങ്ങളങ്ങനെ ഞങ്ങൾക്ക് ലിമിറ്റഡ് കിട്ടി. ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3:00 ഷിഫിൻ്റെ ബസ്. 3 മണിയാകുമ്പോഴത്തേക്ക് കോഴിക്കോട് എത്തുന്നത് വിശ്വാസത്തിൽ നല്ല വെയിലുണ്ട്. ആ സൈഡിൽ നിൽക്കണം, ആ വെയിലുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഈ സൈഡിലാണ് സീറ്റ് ഉണ്ടാവില്ല. അങ്ങനെ വിജയകരമായി ഞങ്ങൾ 3 മണിക്ക് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇടയിൽ ഞങ്ങൾ വിചാരിച്ചു 3:30 അമ്മ അതിൽ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സക്സസ്ഫുള്ളി റീച്ച് കോഴിക്കോട് ബസ് സ്റ്റാൻഡ്. അങ്ങനെ ഒരു 5:15, 5:30 ആവാൻ സമയത്ത് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ഒരാളുടെ അവിടെ എന്നെ കാത്തിരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഡി ഇർസ ഇർസ ഇർസ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇതിനെ കണ്ട് വേണ്ടിയാത്ത് ഇഷിയോടെ ആൾക്കോയോ? വീട്ടിലെത്തിയപ്പോൾ പ്രതീക്ഷിച്ചത്രക്ക് ക്ഷീണമില്ലേനു. പിന്നെ അതേപോലെ തന്നെ സാധാരണ നോർമൽ കോളേജ് ഡേ ഉള്ള ക്ഷീണം പോലും ഒന്നില്ലേനു. അപ്പോൾ നോമ്പ് തുറക്കാൻ വെച്ചൊരു നാരങ്ങ വെള്ളം, പിന്നെ തക്കാരപ്പെട്ടിയില്ലേ അത് ഉണ്ടാക്കിയിരുന്നു, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു. ഇങ്ങനെ നോമ്പിന് ഏറ്റവും കൂടുതൽ PG ആയപ്പോൾ മിസ് ചെയ്ത സംഭവം പത്തിരി ആട്ടോ. പത്തിരിയും ബീഫ് കറി ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നോമ്പൊക്കെ തുറന്നു. അപ്പോൾ മാഷാഅല്ലാ അടിപൊളി ദിവസമായിരുന്നു ഇന്ന്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്തൊരു വ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.